ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാനിന്നേ കുറച്ച് ടിപ്പുകളും ട്രിക്കുകളൊക്കെ പറഞ്ഞുതരാം. അംബ്രല്ല സ്കേർട്ട് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനൊരു പേപ്പറിൽ വെട്ടി കാണിച്ചു തരാം. അപ്പോൾ പേപ്പറിലാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുമല്ലോ. ഞാനൊരു ചെറിയ അളവിൽ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ അളവെടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു പേപ്പറാണ്. ഇതിൻ്റെ വീതി ഇതും നീളം കൂടുതലാണല്ലോ, അത് നമുക്കറിയാം. സാധാരണ നമ്മൾ തുണി മുറിച്ച് വാങ്ങിക്കുമ്പോൾ നീളം കൂടുതലാണ്. അപ്പോൾ തേര് ഭാഗം ഒരു സൈഡിൽ അപ്പോൾ ഈ തേര് ഭാഗത്താണ് നമ്മൾ അളക്കണത്. അപ്പോൾ ഹാഫ് അംബ്രല്ല ചെയ്യാനായിട്ട് തേര് ഭാഗത്ത് തന്നെ അളക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ വലിയ കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ 2.5 മീറ്ററൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് അളക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ലെങ്ത്ത്, അതായത് സ്കേർട്ടിൻ്റെ ഇറക്കം നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്, ഇറക്കം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇറക്കം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് വരിക. എന്നിട്ട് തയ്യൽ തുമ്പ് വേണമല്ലോ, ഇതിന് പട്ട പിടിപ്പിക്കാനും മടക്കി തയ്ക്കാനൊക്കെ തയ്യൽ തുമ്പ് വേണം. അതിനായിട്ട് നമുക്ക് 1 ഇഞ്ച് അവിടെ വിട്ടു കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് അരവണ്ണത്തിൻ്റെ 4/1, അതായത് നമ്മുടെ അരവണ്ണം കറക്റ്റായിട്ട് നമ്മൾ അളവെടുക്കുക. സ്കിൻ ടച്ച് ആയിട്ട് അളവെടുക്കുക, വലിച്ച് മുറുകി പിടിക്കരുത്. അഥവാ കറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ എങ്ങനെ ഇപ്പം നമ്മുടെ കുട്ടികളുടെ അളവെടുക്കുകയാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്തിട്ട് അതിൻ്റെ 4/1. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് അരവണ്ണം എടുത്തപ്പോൾ 10 ഇഞ്ചാണ് കിട്ടിയെന്ന് വെക്കാം. 10 ഇഞ്ച് കിട്ടുമ്പോൾ 10 ഇഞ്ചിൻ്റെ 4/1 എത്രയാണ്? 10 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. 4/1 എന്ന് പറയുമ്പോൾ 2.5 ഇഞ്ച്. ആ 2.5 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്കവിടെ മാർക്ക് ചെയ്യാം. അതായത് ലെങ്ത് ആദ്യം മാർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. 2.5 ഇഞ്ച് നമ്മൾ അരവണ്ണത്തിൻ്റെ 4/1, അതായത് 10 ഇഞ്ചിൻ്റെ 4/1 എന്ന് പറയുകയാണെങ്കിൽ 2.5 ഇഞ്ചല്ലേ വരിക. ആ 2.5 ഇഞ്ചും കൂടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ എവിടം വരെയാണോ നമ്മൾ മാർക്ക് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്കൊരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തുണി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഈ പറയണത്. അപ്പോൾ നമ്മൾ ഇതാ കറക്റ്റായിട്ട് ഒരു സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് അതേ അളവ്, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ വന്ന അളവ് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് ആ നോട്ട്സ് ഇട്ടില്ലേ ആ ഭാഗം പിടിച്ചിട്ട് 2ആയിട്ട് മടക്കാം. അപ്പോൾ നമ്മുടെ തുണീനെ നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. നോട്ട്സ് ഇട്ട ഭാഗം നടുഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട് കണ്ടോ. ലെങ്ത്ത്, തയ്യൽ തുമ്പ്, അരവണ്ണത്തിൻ്റെ 4/1, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2ആക്കി മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ തുണി 2ആയിട്ട് കിടക്കുകയാണ്. ഇനി ആ നോട്ട്സ് ഇട്ട ഭാഗം അമർത്തി പിടിച്ചിട്ട് നമുക്കിതാ ക്രോസ് ആയിട്ട് മടക്കാം. ഓക്കെ, ഇതിപ്പോൾ ചെറിയ അളവാണ്. നിങ്ങളുടെ വലിയ അളവാണെങ്കിൽ നിങ്ങളിപ്പം ടേബിളിൽ സ്ഥലം ഇല്ലെങ്കിൽ നിലത്തിട്ടിട്ട് വേണമെങ്കിലും ഇതേപോലെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ തുണിക്ക് കുറച്ചുകൂടെ കഷ്ണം വേണം, വീതി കുറവാണെങ്കിൽ അവിടെ ജോയിൻറ്റ് വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം അരവണ്ണത്തിൻ്റെ 4/1 ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് നോക്കിയേ. ആ ത്രികോണാകൃതി വരുന്ന ഭാഗത്തുനിന്ന് നമ്മൾ ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ. അതായത് ആ എൻഡിൽ നിന്ന് 2.5 ഇഞ്ച്. ഓക്കെ, അപ്പം നമ്മുടെ അരവണ്ണത്തിൻ്റെ 4/1 എത്രയാണോ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പാവാടയുടെ ഇറക്കം, അതായത് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച തുണിയിൽ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഇനിയിപ്പോൾ ജോയിൻറ്റ് വേണമെങ്കിൽ ജോയിൻറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ തുണിക്ക് വീതി കുറവാണെങ്കിൽ ജോയിൻറ്റ് വരും. അപ്പോൾ അതനുസരിച്ച് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക. അതാ കറക്റ്റായിട്ട് നമുക്ക് ലെങ്ത്ത് എത്ര ഇഞ്ചാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അത് ഇങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പൊക്കെ വരച്ചു കൊടുക്കുക, റൗണ്ട് ഷേപ്പൊക്കെ വരച്ചു കൊടുക്കാം. അത് ഓരോ പോയിന്റിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ അരവണ്ണം ഇവിടെ കട്ട് ചെയ്യാണ് കേട്ടോ. അരവണ്ണം നമ്മൾ അരവണ്ണത്തിൻ്റെ 4/1 മാർക്ക് ചെയ്തിട്ടുണ്ട്. എടുത്തെടുത്ത് ഞാൻ പറയണം 4/1 കേട്ടോ. എന്നുവെച്ചാൽ ഫുൾ സർക്കിൾ ഇനി പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ 4/1 എടുത്ത് പറയണത്. അപ്പോൾ നോക്കിയേ, ഹാഫ് സർക്കിളാണ്. കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് പട്ടയൊക്കെ പിടിപ്പിക്കാം. സൈഡൊന്ന് ഒരു സൈഡിൽ ജോയിൻറ്റ് വരും കേട്ടോ. ഈ സ്കേർട്ടിന് ഒരു സൈഡിൽ ജോയിൻറ്റ് വരും. അടിഭാഗമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്കേർട്ടായിട്ട് മാറും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫുള്ളായിട്ടുള്ള ലെങ്ത്ത് എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആദ്യം ചെറിയ അളവിലൊന്ന് ചെയ്യുക, അതിന് ശേഷം വലിയ അളവിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു സർക്കിളിൻ്റെ പകുതി, അതായത് ഒരു 0യുടെ പകുതിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് ഹാഫ് സർക്കിൾ അംബ്രല്ല സ്കേർട്ട്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഫുൾ സർക്കിൾ വെട്ടണതിൻ്റെ മെത്തേഡ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഹാഫ് സർക്കിൾ മനസ്സിലായോ? അപ്പോൾ അരഭാഗത്ത് പട്ടയൊക്കെ പിടിപ്പിക്കുക. ഇനിയിപ്പോൾ ഇത് കറക്റ്റായിപ്പോയി ഒരു ഇത്തിരി ലൂസ് കൊടുക്കണം അരഭാഗത്ത് എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഫസ്റ്റ് മടക്കിയിട്ട പോലെ തന്നെ മടക്കിയിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചല്ല, ഒരു 2 ഇഞ്ചോളം നമുക്ക് ലൂസായി കിട്ടും.
1/2 ഇഞ്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലിൽ നിന്ന് 2 ഇഞ്ച് നമുക്ക് ലൂസ് കിട്ടും. ഓക്കെ, 1/2 ഇഞ്ച് മാത്രം കട്ട് ചെയ്താൽ മതി. അപ്പോൾ അരഭാഗത്ത് ലൂസ് അഥവാ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇതാ നോക്കി, അതിന് എക്സ്ട്രാ തയ്യൽ തുമ്പൊന്നും കൊടുക്കണ്ട, നമ്മൾ പട്ട എക്സ്ട്രാ വെക്കണതാണ്, അതുകൊണ്ട് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒരു പീസ് തികഞ്ഞില്ല, ചിലപ്പോൾ സ്കേർട്ടിന് വെട്ടുമ്പോൾ തുണി തികയാണ്ട് വരും, വീതി കുറവാണെങ്കിലുള്ള തുണിയാണെങ്കിൽ തികയാണ്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇവിടെ വരെ സ്ക്വയർ റൗണ്ടായിട്ട് കിട്ടി, ഇവിടെ വരുമ്പോൾ ഇങ്ങനെയാണ് കിട്ടിയെങ്കിൽ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് അവിടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തിരി വലുതായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഈ ഇപ്പുറത്തെ ഷേപ്പ് അനുസരിച്ച് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അംബ്രല സ്കേർട്ട് ചെയ്യുന്നത്. സിംഗിൾ അംബ്രല ലാച്ചയ്ക്കും ഉടുപ്പിനും ഒക്കെ ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. സ്കേർട്ടിനാണ് കൂടുതലും ഈ മോഡൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫുൾ സർക്കിൾ ചെയ്യണത് ഉടുപ്പിന് അല്ലെങ്കിൽ അംബ്രല സ്കേർട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യുമ്പോൾ ഫുൾ സർക്കിളാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. കാൽക്കുലേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുൾ സർക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സൈഡിൽ സ്റ്റിച്ചൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പേപ്പർ എടുക്കാൻ പോയതാണ്, ന്യൂസ് പേപ്പർ അല്ല, അതായത് ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടേ ഒന്ന് എഴുതി കാണിക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇതാ ഒന്ന് എഴുതി ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ലെങ്ത്ത് അളവെടുക്കാം. ഈ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ എത്ര ഇഞ്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഏതൊരാളുടെ അളവാണെങ്കിലും ആളുടെ ഇറക്കം എടുക്കുക, ഇറക്കത്തിൻ്റെ കൂടെ 5 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പോൾ ചെറിയ അളവിലുള്ളത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. 5 ഇഞ്ച് ആഡ് ചെയ്യുക, എന്നിട്ട് ×2, അതായത് ലെങ്ത്ത് +5 ×2. ഇതാണ് ഫുൾ സർക്കിൾ അംബ്രല തയ്ക്കാനുള്ള മെത്തേഡ്, അതിൻ്റെ ഫോർമുല കേട്ടോ. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് എത്ര ഇഞ്ചാണ്? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ലെങ്ത്ത് നമുക്ക് ഒരു 10 ഇഞ്ചാണെന്ന് വയ്ക്കാം. 10 + 5 എത്രയാ? 15 കിട്ടൂലേ നമുക്ക്? 10 + 5. അപ്പം നമ്മുടെ ഇറക്കം ഇപ്പോൾ ഒരു 10 ഇഞ്ചാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 5 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 + 5 15 കിട്ടും. അതിനെ ×2 വെക്കുമ്പോൾ എത്ര കിട്ടും? 30 ഇഞ്ച് കിട്ടും. അപ്പോൾ നമ്മൾ തുണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലൊരു സ്ക്വയർ ആയിട്ടുള്ള മെറ്റീരിയലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ 4 സൈഡിലും 30 ആയിരിക്കണം. സ്ക്വയർ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാ സൈഡും ഒരേ അളവായിരിക്കണം. അപ്പോൾ നമ്മൾ അളവെടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് കറക്റ്റ് ആണോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുക. അതായത് ഇവിടെ 30, ഇവിടെ 30, ഇവിടെ 30, ഇവിടെ 30, 4 സൈഡും 30 ഇഞ്ചായിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഇറക്കം എടുക്കുക, എന്നിട്ട് ഇറക്കത്തിനെയാണ് നമ്മൾ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? എല്ലാ സൈഡും നമുക്ക് 30 ഇഞ്ച് കിട്ടണം. ഇനിയിപ്പോൾ അഥവാ നമുക്ക് തുണി ഉണ്ടല്ലോ, തുണി ചിലപ്പോൾ 30 ഇഞ്ച് കിട്ടിയില്ല, വീതി കുറവാണ്. വീതി കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദാ ഇവിടെ ഇങ്ങനെ ഒരു പീസ്, അതായത് വീതി ഭാഗത്ത് ഒരു പീസ് ജോയിൻ ചെയ്തിട്ട് അതും നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം 30 ഇഞ്ചാക്കി എടുക്കാം. എന്നിട്ടാണ് നമ്മൾ മടക്കിയിട്ട് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ തുണിയുടെ 4 സൈഡും ഒരേ ലെവലായിരുന്നാലാണ് നമുക്ക് ഫുൾ സർക്കിൾ അംബ്രല തയ്ക്കാൻ പറ്റണത് കേട്ടോ. ദാ അപ്പം നമുക്ക് ഈ പേപ്പർ ഒന്ന് സർക്കിളാക്കി എടുക്കാം. ഞാനിപ്പോൾ ആ അളവുകളൊന്നും 30 ഇഞ്ചിൻ്റെ പേപ്പറൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ. അപ്പം നമുക്കുള്ള ചെറിയ പേപ്പറിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിതൊന്ന് സ്ക്വയർ ആക്കി എടുക്കുകയാണ്. സ്ക്വയർ ആക്കാനായിട്ട് അറിയാലോ, ഇങ്ങനെ ഒരു സൈഡ് കൊണ്ട് മടക്കി കൂടുതലുള്ള വശം വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സ്ക്വയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അളവ് അനുസരിച്ച് സ്ക്വയർ ആക്കി എടുത്ത പേപ്പർ എങ്ങനെ മടക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ട, സ്ക്വയർ ആയിട്ട് കിട്ടിയില്ലേ? അപ്പോൾ ഫുൾ സർക്കിൾ അംബ്രല നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ പേപ്പർ മടക്കേണ്ടത്, നമ്മൾ സ്കാർഫ് മഫ്തായൊക്കെ മടക്കൂലേ, ഇതേപോലെ ത്രികോണാകൃതിയിൽ ഇതേപോലെ മടക്കിയെടുക്കാം. അപ്പോൾ മടക്ക് വശമാണ് നമ്മുടെ നേരെ കിടക്കുന്നത്. അവിടെ കറക്റ്റായിട്ട് പിടിക്കുക. അത് മടക്ക് വശമാണ് കേട്ടോ. അവിടെ പിടിച്ചിട്ട് അപ്പോൾ 2 നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 പീസാണ് മടക്ക് ഭാഗത്ത്, അല്ല ഓപ്പൺ ഭാഗത്ത്. ഇതാ നോക്കി, ഇതേപോലെ ഒന്നും കൂടെ നമുക്ക് മടക്കാം. അപ്പോൾ നമ്മുടെ മടക്ക് വശമൊക്കെ നമ്മുടെ നേരെയാണ് കേട്ടോ വരണത്. ഓക്കെ, അപ്പോൾ ഇതാ നോക്കി എത്ര പീസ് ഉണ്ട്? 1 2 3 4 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫുൾ സർക്കിളാണ്. അപ്പോൾ നമുക്ക് 8 പീസ് വരണം. എന്താ ഒന്നുകൂടെ നമുക്ക് മടക്കി കൊടുക്കാം. ഒന്നുകൂടെ മടക്കി കൊടുക്കാം. എന്താ മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8 പീസ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾ എണ്ണി നോക്കിക്കോളൂ. ഇതുപോലെ മടക്കിയിട്ട് എണ്ണി നോക്കിക്കോളൂ. 8 പീസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ 8 പീസ് നമ്മൾ എണ്ണിയ വശം അടിഭാഗമായിട്ട് എടുക്കണം. ആ ത്രികോണാകൃതി മുകളിൽ നമുക്ക് ഐസ്ക്രീം പോലെ ഇരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് മോൾ വശം ആക്കണം. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ അരവണ്ണം മാർക്ക് ചെയ്യണം. അരവണ്ണം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തത് എത്രയാണ്? അരവണ്ണം /4 ആണ്. അതായത് അരവണ്ണത്തിൻ്റെ 4/1 നമ്മൾ മാർക്ക് ചെയ്തത്. കണ്ടതാ, ഇത് നമ്മൾ നേരത്തെയുള്ള സ്കേർട്ടിൽ നിന്ന് വെട്ടിക്കളഞ്ഞതാണ്. അരവണ്ണം /4. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്തത് അരവണ്ണം /8.
8-1 8 പീസായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ 8-1 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 8-1 മാർക്ക് ചെയ്തതിന് ശേഷം അടിയിലേക്ക് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ അവിടെ ജോയിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ മാർക്ക് ചെയ്തത് 2.5 ആണെങ്കിൽ ഇപ്പോൾ മാർക്ക് ചെയ്തത് 1.25, അതിൻ്റെ പകുതിയായിട്ട് മാറും. 8-1 ആകുമ്പോൾ പകുതി ആവില്ലേ. 10ൻ്റെ 8-1 എന്ന് പറയുമ്പോൾ 1.25 ഇഞ്ചേ വരണുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അരവണ്ണം എത്രയാണെന്ന് നോക്കുക, അതിൻ്റെ 8-1 എടുത്തിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതാ അടിഭാഗം ഞാനൊന്ന് മാർക്ക് ചെയ്യണം. നമ്മുടെ ലെങ്ത് അനുസരിച്ച് കറക്റ്റായിട്ട്. ഈ തുണിയിൽ അത്രയും ലെങ്ത് ഒന്നും കിട്ടൂല, സോറി ഈ പേപ്പറിൽ അത്രയും ലെങ്ത് ഒന്നും കിട്ടൂല, എങ്കിലും ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ റൗണ്ട് ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. ഓരോ പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുൾ സർക്കിൾ ആവണം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ മടക്കിയതൊക്കെ ശ്രദ്ധിച്ചല്ലോ, അതേപോലെ തന്നെ മടക്കിയെടുക്കുക കേട്ടോ. നിങ്ങൾ ആദ്യം ഒരു പേപ്പറിലൊന്ന് ചെയ്ത് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നിവർത്തി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നേരത്തേത് പകുതി സർക്കിളായിരുന്നു. നേരത്തേതിൻ്റെ അരവണ്ണം 8-1 എന്ന് പറയുമ്പോൾ അതാ ഇത് 4-1 വെട്ടിയത്, ഫസ്റ്റ് വെട്ടിയത്, അതായത് ഹാഫ് സർക്കിൾ. ഇതാ കണ്ടോ, ഹാഫ് സർക്കിളേ ഉള്ളൂ അതിൻ്റെ അരഭാഗത്തുനിന്ന് വെട്ടിക്കളഞ്ഞത്. കണ്ടോ, കറക്റ്റായില്ലേ. ഇനി ഇത് നമ്മുടെ ഫുൾ സർക്കിളിൽ നിന്ന് വെട്ടിക്കളഞ്ഞതാണ്. അരവണ്ണം ഡിവൈഡഡ് ബൈ 8 അതാണിത്. ഇതാ നോക്കി, ഇത് ഫുൾ സർക്കിളാണ്, മൊത്തം വട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാ ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പാവാട. കുഞ്ഞിപ്പാവാട എന്ന് പറയുമ്പോൾ ഫുൾ സർക്കിളാണ് കേട്ടോ. കുഞ്ഞിതല്ല, കുഞ്ഞളവ് തുണി പേപ്പർ ചെറുതായതുകൊണ്ട് കുഞ്ഞളവായി പോയതാണ്. ഇതാ നോക്കി, ഹാഫ് സർക്കിൾ ഒരു റൗണ്ടിൻ്റെ പകുതിയേ ഉള്ളൂ. പക്ഷേ ഫുൾ സർക്കിൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, ഒരു റൗണ്ട് സ്കേർട്ടാണ് കേട്ടോ കിട്ടുന്നത്. കണ്ടോ, റൗണ്ട് അളവിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അരഭാഗം ദാ ഇവിടെ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്യണം എന്ന് വെച്ചിട്ട് ഇതിന് സൈഡിൽ സ്റ്റിച്ച് ഇല്ല കേട്ടോ. മറ്റേതിന് സൈഡിൽ സ്റ്റിച്ച് വരും, ഇതിൻ്റെ സൈഡിൽ സ്റ്റിച്ച് വരില്ല. അതുകൊണ്ട് തന്നെ ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ അവിടെ ഓപ്പൺ ചെയ്യുക, അവിടെ ഒരു പടി വെച്ച് കൊടുക്കണം. എന്നിട്ടാണ് അരഭാഗത്ത് നമുക്ക് അരപ്പട്ട വെച്ച് കൊടുക്കണം. നല്ല ഭംഗിയാട്ടോ, കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്ച്ചിട്ട് കൊടുത്താൽ നല്ല ഭംഗിയുള്ള സ്കേർട്ടാണത്. ഞാൻ പലപ്പോഴും സ്റ്റിച്ച് ചെയ്യാനൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടെ പറഞ്ഞു തന്നതാണ്. കുറേ ആൾക്കാർ പുതിയതായിട്ട് കയറുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലും ഇതുപോലെയൊക്കെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കണക്കുകൾ വെച്ചിട്ടാണ്, കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ തയ്യൽ മുഴുവൻ പഠിപ്പിച്ച് തരും വെറും 1000 രൂപയ്ക്ക്. അപ്പോൾ തയ്യൽ മുഴുവൻ പഠിക്കാനായിട്ട് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കുക. അതായത് 4 എണ്ണം ഉണ്ട്, 4ആക്കി മടക്കിയിട്ടിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തത്. ഇതിൻ്റെ സൈഡിൽ സ്റ്റിച്ച് വരും. ഇതിന് ഒരുപാട് ഫ്ലെയർ കിട്ടില്ല, ഇതിലുള്ള ഫ്ലെയർ മാത്രമേ കിട്ടണുള്ളൂ. പക്ഷേ മറ്റേത് ഫുൾ സർക്കിളാണ്, അപ്പോൾ അതിനേക്കാളും ഡബിൾ ആയിട്ടുള്ള ഫ്ലെയർ കിട്ടും. പിന്നെ 8 പീസ് ഉണ്ട്, 8-1 അരവശത്ത് കട്ട് ചെയ്യണത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഉടുപ്പിനൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഫുൾ സർക്കിളൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് മിഡിയായിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അടിഭാഗം തയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ റോൾ ഫുട്ടോ അല്ലെങ്കിൽ സിക്സാക്ക് മെഷീനോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അടിഭാഗം തയ്ക്കുമ്പോൾ ആൾക്കാർക്കൊരു സംശയമാണ്, വല്ലാണ്ട് വീതി കൂടിപ്പോണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ച് ഒന്ന് മടക്കിയിട്ട് ചുറ്റിനും അടിക്കുക. 1/4 ഇഞ്ച് മാത്രം മടക്കിയിട്ട്, അതിന് ശേഷം ഒരു 1/4 ഇഞ്ച് കൂടെ മടക്കിയിട്ട് നമുക്ക് ചുറ്റിനും അടിക്കാം. മനസ്സിലായോ? അപ്പം നല്ല ഭംഗിയിൽ വരും. അഥവാ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ 2 മടക്ക് മടക്കുകയാണെങ്കിൽ വീതി കൂടി പോകട്ടെ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടൂട്ടെ. നമ്മൾ ഫിനിഷിങ്ങിൽ അടിക്കാനാണല്ലോ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ 2 പാവാട ഇഷ്ടമായോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കുക. ഈ നോട്ട്സ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കറക്റ്റായിട്ട് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. ഇത് ഫുൾ സർക്കിൾ അംബ്രലയുടെയാണ് ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്. താഴ്ഭാഗത്ത് ഞാൻ ഹാഫ് സർക്കിളിന് എന്താ ചെയ്യേണ്ടതെന്നും കൂടെ എഴുതി തരാം കേട്ടോ. അപ്പോൾ നോട്ട്സ് കറക്റ്റായിട്ട് നോക്കുക. നോട്ട്സ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ആരുടെ അളവെടുത്ത് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലേക്ക് ആവുള്ളൂ. നമ്മുടെ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ്, നോട്ട്സ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ക്ലാസ് എടുത്ത് പോണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, എന്നെ വിളിക്കുക. 1-ാം തീയതി ഇപ്പോൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. അപ്പോൾ ബേസിക് ക്ലാസ് മാത്രമല്ല അഡ്വാൻസ് ക്ലാസ്സും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഫാഷൻ ഡിസൈനിങ് ആയിട്ട് പല മോഡൽ ഡ്രസ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഹാഫ് സർക്കിൾ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് സർക്കിളിന് ആദ്യം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക, 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം അരവണ്ണത്തിൻ്റെ 4-1 മാർക്ക് ചെയ്യുക. അതായത് തേരുഭാഗത്താണ് അത് അളക്കേണ്ടത്, തേരുഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. മറ്റേത് നമ്മൾ മാർക്ക് ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്യുക, ഇറക്കം, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതിൻ്റെ കൂടെ അരവണ്ണത്തിൻ്റെ 4-1 ഇത് കൂടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ 2ആയിട്ട് മടക്കിയിട്ട് ക്രോസ് ആയിട്ട് മടക്കിയാണ് നമ്മൾ ഹാഫ് സർക്കിൾ ചെയ്യേണ്ടത് കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലാവാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. എന്തെങ്കിലുമൊക്കെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.